കുടുങ്ങിയ ഇറാൻ യുദ്ധം ഏത് വിധേനയും അവസാനിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ. ഇതിനായി 5 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിലും ഇപ്പോഴും അയയാതെ നിൽക്കുകയാണ് ഇറാൻ. അമേരിക്കയാണ് യുദ്ധം ആരംഭിച്ചത് എന്നും തങ്ങൾ അതിജീവനത്തിനായാണ് പോരാടുന്നത് എന്നുമാണ് മുൻപ് തന്നെ ഇറാൻ പറഞ്ഞിരുന്നത്. ഇപ്പോൾ യുഎസിനും ഡൊണാൾഡ് ട്രംപിനും മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാൻ. ഇപ്പോഴത്തെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ യുഎസിന് അധികം സമയമില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ഇറാൻ സൈനിക ഉപദേഷ്ടാവ് മുഹസിൻ റസായി മുന്നറിയിപ്പ് നൽകിയത്. ഹോർമുസ് തുറന്നില്ല എങ്കിൽ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കുമേൽ ആക്രമണം അഴിച്ചുവിടുമെന്ന് നേരത്തെ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിൽ നിന്ന് പിന്നീട് ട്രംപ് പിന്നാക്കം പോയി 5 ദിവസത്തെ സാവകാശം അനുവദിക്കുകയും ഇതിനായി താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തുവെങ്കിലും ഇത് സംബന്ധിച്ച് കർശന നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങൾക്കു നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുകയാണ് എങ്കിൽ അത് അമേരിക്കയുടെ ശക്തി ഇല്ലാതാക്കുന്ന നടപടിയായിരിക്കുമെന്നാണ് റസായി പറയുന്നത്. അതിനിടെ ഇറാൻ അമേരിക്കയ്ക്ക് വിലയേറിയ സമ്മാനം സമ്മാനിച്ചുവെന്നും അത് ഹോർമൂസുമായി ബന്ധപ്പെട്ടതാണ് എന്നുമുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതു മുതൽ പ്രത്യക്ഷത്തിൽ അടഞ്ഞുകിടക്കുന്ന ഹോർമൂസ് കടലിടുക്കുമായും ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവുമായും അഭേദ്യമായ ബന്ധമുള്ളതാണ് സമ്മാനമെന്നും ട്രംപ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ എന്താണ് ആ സമ്മാനമെന്ന് പറയാൻ ട്രംപ് തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം അവർ ആശ്ചര്യകരമായൊരു കാര്യം ചെയ്തു. ശരിക്കും അതൊരു സമ്മാനമായിരുന്നു. ഇന്നാണ് അത് ലഭിച്ചത്. അമൂല്യവും വിലപിടിപ്പുള്ളതുമായ ഒരു വലിയ സമ്മാനമായിരുന്നു അത്. എന്താണ് അത് എന്ന് ഇപ്പോൾ ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അതൊരു വിലപ്പെട്ട സമ്മാനം തന്നെയാണ്. ശരിയായ ആളുകളുമായിട്ടാണ് ഇപ്പോൾ ഇടപെടുന്നത് എന്ന് സമ്മാനം ലഭിച്ചതോടെ വ്യക്തമായി എന്നുകൂടി ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഇപ്പോഴുള്ളതിനേക്കാൾ കടുത്ത ആക്രമണമായിരിക്കും ഊർജ്ജ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടാൽ നടക്കാൻ പോകുന്നത് എന്ന മുന്നറിയിപ്പാണ് കഴിഞ്ഞ ദിവസം ഇറാൻ നൽകിയത്. കണ്ണിന് കണ്ണ് എന്ന രീതിയിലായിരിക്കില്ല മറുപടിയെന്നും കണ്ണിന് പകരം തലയെടുക്കുന്ന തരത്തിലായിരിക്കും അതിന് ഇറാൻ മറുപടി നൽകുക എന്നും മുഹസിൻ റസായി ഇന്നലെ ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴുള്ളതിനേക്കാൾ കടുത്ത ആക്രമണമായിരിക്കും ഊർജ്ജ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടാൽ നടക്കാൻ പോകുന്നത് എന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. കണ്ണിന് പകരം തലയെടുക്കുമെന്ന് പറയുന്നത് വെറുതെയല്ലെന്നും അറേബ്യൻ ഗൾഫ് വഴിയുള്ള യുഎസ് കപ്പലുകൾ മുക്കുമെന്നുമാണ് റസായി നൽകിയ മുന്നറിയിപ്പ്. ഇത് അമേരിക്കയുടെ ശക്തി ക്ഷയിപ്പിക്കുമെന്നും റസായി പറയുന്നുണ്ട്. അറേബ്യൻ ഗൾഫ് കടലിൽ മൈനുകൾ സ്ഥാപിച്ച് കപ്പലുകൾ തകർക്കുമെന്ന് ഇറാൻ മുൻപും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. നേരത്തെ ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടതിന് പിന്നാലെ ഹോർമൂസ് കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകൾ മുക്കാൻ ഇറാൻ കടലിൽ മൈനുകൾ വിതറിയതായി വാർത്തയുണ്ടായിരുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ മൈനുകൾ കണ്ടെത്തി നിർവീര്യമാക്കുന്ന അന്തർവാഹിനികൾ അയക്കാൻ അമേരിക്കയും പദ്ധതിയിട്ടു. ഇതിന് പിന്നാലെ ഇറാന്റെ ശത്രുക്കൾക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും മാത്രമേ ഹോർമൂസിൽ വിലക്കുള്ളൂ എന്ന് ഇറാൻ നിലപാട് മയപ്പെടുത്തിയെങ്കിലും ഇപ്പോഴും കടലിടുക്ക് കടക്കാൻ കപ്പലുകൾ മടിക്കുകയാണ്. ഇതിനിടയിലായിരുന്നു ട്രംപ് ഹോർമൂസ് തുറക്കുന്നതിന് അന്ത്യശാസനം നൽകിയത്. ഈ അന്ത്യശാസനം നിലനിൽക്കുമ്പോൾ തന്നെ നിലവിലെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അമേരിക്കയ്ക്ക് ഇനി അധിക സമയമില്ല എന്ന് ട്രംപിന് അന്ത്യശാസനം എന്നോണം മുന്നറിയിപ്പ് നൽകുകയാണ് ഇറാൻ. യുഎസിനെ രക്ഷിക്കാനുള്ള അവസാന സമയപരിധി അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് റസായി അഭിമുഖത്തിൽ അന്ത്യശാസനം എന്ന നിലയിൽ പറഞ്ഞിരിക്കുന്നത്. മുൻപ് നൽകിയ മുന്നറിയിപ്പുകളുടെ ആവർത്തനം എന്ന നിലയ്ക്കാണ് റസായി ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കെ ട്രംപിന് ഇനി മറ്റൊരവസരം ഉണ്ടാകില്ല എന്ന് അബ്ബാസ് അരാക്ചി അടക്കമുള്ള നേതാക്കളും പറഞ്ഞിരുന്നു. ഇനി നയതന്ത്രത്തിന് സാധ്യതയില്ല എന്ന് അരാക്ചിയും മസൂദ് പെസഷ്കിയാനും അടക്കമുള്ളവരും പറയുന്നു. ഇതേ നിലപാടാണ് ഇപ്പോൾ സൈനിക ഉപദേഷ്ടാവ് റസായിയും ആവർത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ച ട്രംപ് ശത്രുത പരിഹരിക്കുന്നതിന് ഇറാനും അമേരിക്കയും ഫലപ്രദമായ ചർച്ചകൾ നടത്തിയതായി ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. പക്ഷേ അത്തരത്തിൽ ഒരു ചർച്ചകളും നടന്നിട്ടില്ല എന്നായിരുന്നു ഇക്കാര്യത്തിൽ ഇറാന്റെ നിലപാട്. അതിനിടെ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് സമവായ നയതന്ത്ര ചർച്ചകൾ ആരംഭിക്കാൻ പദ്ധതിയിടുന്നതായും പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ 3 ആവശ്യങ്ങളാണ് യുദ്ധം നിർത്തുന്നതിന് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. 1. ഇറാനെതിരായ എല്ലാ പാശ്ചാത്യ ഉപരോധങ്ങളും പിൻവലിക്കണം. 2. ഇറാനിൽ യുദ്ധം മൂലമുണ്ടാക്കിയ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം. 3. ഇറാനെതിരെ ആക്രമണം ആവർത്തിക്കില്ല എന്ന് അന്താരാഷ്ട്ര നിയമപരമായ ഉറപ്പ് ലഭിക്കണം. ഈ 3 ആവശ്യങ്ങളിൽ തീരുമാനമാകുന്നതുവരെ യുദ്ധം അവസാനിക്കില്ല എന്ന് റസായി വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ ട്രംപ് എന്ത് നിലപാടെടുക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. അതേസമയം
താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ച ട്രംപിന്റെ പ്രഖ്യാപനം നിലനിൽക്കുമ്പോൾ തന്നെ ഇറാനിലെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ ആക്രമണം നടന്നതായി ഇറാൻ പറയുന്നു. ഇസ്രായേൽ US സൈന്യങ്ങൾ ചേർന്ന് ചൊവ്വാഴ്ച തങ്ങളുടെ 2 വാതക പ്ലാന്റുകളും ഒരു പൈപ്പ് ലൈനും ആക്രമിച്ചുവെന്നാണ് ഇറാന്റെ വാദം. ഖൊറം ഷഹറിലെ പവർ പ്ലാന്റും പൈപ്പ് ലൈനും ഇസ്ഫഹാനിലെ ഊർജ്ജ നിലയവുമാണ് ആക്രമിക്കപ്പെട്ടത് എന്നും പക്ഷേ വാതക വിതരണത്തിൽ തടസ്സമുണ്ടായിട്ടില്ല എന്നും ഇസ്ഫഹാൻ പ്രവിശ്യ ഗവർണർ പറയുന്നുണ്ട്. ഇറാന്റെ അവകാശവാദം ശരിയാണ് എങ്കിൽ അത് ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തലിന്റെ നഗ്നമായ ലംഘനമാണ്. ഇപ്പോൾ തന്നെ ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തോട് പോസിറ്റീവായി പ്രതികരിച്ചിട്ടില്ലാത്ത ഇറാനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ പ്രഖ്യാപനം പൊള്ളയാണ് എന്ന് തെളിയിക്കുന്ന സംഭവമാണ് ഇത്. ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കുന്നതിനോട് കടുത്ത ഭാഷയിൽ പ്രതികരിക്കുമെന്ന് പറയുന്ന ഇറാൻ ഇനി എന്ത് നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ പോകുന്നത് എന്നും കണ്ടറിയണം. ട്രംപിന്റെ 5 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപനം യുദ്ധാന്തരീക്ഷത്തിൽ അയവ് വരുത്തുമെന്ന് ലോകം പ്രതീക്ഷിച്ചുവെങ്കിലും അതുണ്ടാകില്ല എന്ന് തെളിയിക്കുന്നതാണ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ പോലും അപ്രസക്തമാക്കിക്കൊണ്ടുള്ള ഈ ആക്രമണം. 150 വൈദ്യുത നിലയങ്ങളുള്ള ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കുമെന്ന ഭീഷണി ഇറാനെ കാര്യമായി ബാധിക്കില്ല എന്ന് ഊർജ്ജമന്ത്രി അബ്ബാസ് അലിയാബ്ദി പറയുന്നുണ്ട്. അതേസമയം ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം നിലനിൽക്കുമ്പോൾ തന്നെ ഇറാൻ ഇസ്രായേലിലേക്ക് നിരവധി മിസൈലുകൾ അയച്ചതായും ഇസ്രായേൽ ആരോപിച്ചു. ടെൽ അവീവ് ഉൾപ്പെടെ ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ സൈറണുകൾ മുഴങ്ങിയിരുന്നു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഈ മിസൈലുകളെ നേരിടുന്നതിന്റെ സ്ഫോടന ശബ്ദങ്ങളും പലയിടത്തും കേട്ടതായും റിപ്പോർട്ടുകളുണ്ട്. തകർന്ന മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ താഴെ വീണ് വടക്കൻ ഇസ്രായേലിലെ ഏതാനും വീടുകൾക്ക് കേടുപാടുണ്ടായിട്ടുണ്ട് എങ്കിലും ആളപായം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇറാൻ ആക്രമണത്തിൽ 6 പേർക്ക് പരിക്കേറ്റതായും പറയപ്പെടുന്നുണ്ട്. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധം ഭേദിച്ച് ഇറാന്റെ 100 കിലോ ഭാരമുള്ള പോർമുനയുള്ള മിസൈലുകളിലൊന്ന് സെൻട്രൽ ടെൽ അവീവിൽ വീണതായും പാർപ്പിട സമുച്ചയത്തിന് കേടുപാട് പറ്റിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് മാത്രമാണ് ബാധകമെന്നും സൈനിക കേന്ദ്രങ്ങൾ, വ്യോമസേന, ബാലിസ്റ്റിക് മിസൈലുകൾ, ഡിഫൻസ് ഇൻഡസ്ട്രിയൽ ബേസ് എന്നിവ ഇനിയും ആക്രമിക്കപ്പെടുമെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. US സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൊണ്ടും കൊടുത്തും തുടരുന്ന ഈ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കാനാകുമെന്നാണ് ഇപ്പോൾ ലോകമാകെ ആലോചിക്കുന്നതും അതിനായുള്ള മാർഗങ്ങൾ ആരായുന്നതും. 25 ദിവസം പിന്നിട്ട യുദ്ധത്തിൽ ഇസ്രായേലും അമേരിക്കയും അവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി നടത്തുന്ന ഓരോ ആക്രമണത്തിനും വില കൊടുക്കേണ്ടി വരുന്നത് മറ്റു രാജ്യങ്ങൾ കൂടിയാണ്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നതും മറ്റുള്ളവർ കൂടിയാണ്. ഹോർമുസ് തുറക്കാനുള്ള 5 ദിവസത്തെ സാവകാശം കഴിയുന്നതുവരെ ഇറാനെ ആക്രമിക്കില്ല എന്ന്, അല്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്ന് ട്രംപ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ 5 ദിവസത്തിന് ശേഷവും ഹോർമുസ് തുറന്നില്ലെങ്കിൽ ആക്രമണം പുനരാരംഭിക്കുമോ എന്നാണ് ഇപ്പോഴത്തെ ആശങ്ക. ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ അമേരിക്കൻ കപ്പലുകൾ മുക്കുമെന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. ഗൾഫ് രാഷ്ട്രത്തിന്റെ കുടിവെള്ളം മുട്ടിച്ച് ഡീസാലിനേഷൻ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് മുന്നേ തന്നെ ഇറാൻ വ്യക്തമാക്കിയതാണ്. അങ്ങനെ സംഭവിച്ചാൽ അമേരിക്കൻ ആക്രമണത്തിന്റെ കെടുതി അനുഭവിക്കാൻ പോകുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളും അവിടെയുള്ള ദശലക്ഷക്കണക്കിന് മലയാളികൾ അടക്കമുള്ള പ്രവാസികൾ കൂടിയാണ്. ഇറാനുമായി ചർച്ച നടത്തിയെന്ന് ട്രംപും തങ്ങളുമായി ആരും ചർച്ചയൊന്നും നടത്തിയിട്ടില്ല എന്ന് ഇറാനും പറയുന്നു. തങ്ങളുടെ ശക്തമായ താക്കീതിനെ തുടർന്ന് US പ്രസിഡന്റിന് പിന്തിരിയേണ്ടി വന്നിരിക്കുന്നുവെന്നാണ് ഇറാൻ പറയുന്നത്. അതിനർത്ഥം ഇരുവരും തമ്മിൽ ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നാണ്. മറിച്ചാണെന്ന് തെളിയിക്കാൻ ആത്മാർത്ഥവും ഗൗരവപൂർണവുമായ സമ്പർക്കങ്ങൾ ഇരുപക്ഷത്തിൻ്റെയും ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാൻ തക്ക തെളിവുകൾ വേറെ തന്നെ ലഭിക്കണം. തങ്ങൾക്ക് നേരിട്ട വൻ നാശനഷ്ടങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരവും ഇനിമേൽ ഒരിക്കലും ഒരാക്രമണവും ഉണ്ടാകില്ല എന്ന വിശ്വസനീയമായ ഉറപ്പും ലഭിക്കാതെ പോരാട്ടം അവസാനിപ്പിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. പക്ഷേ അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ ഇത്തരമൊരു ഉറപ്പ് നൽകാൻ ഇന്നത്തെ സാഹചര്യത്തിൽ സാധിക്കണമെന്നില്ല. ഈ സാഹചര്യത്തിൽ യുദ്ധം എത്രത്തോളം നീണ്ടുപോകുമെന്നും പറയാനും വയ്യ. ഉറപ്പ് അമേരിക്കയിൽ നിന്നും ഇസ്രയേലിൽ നിന്നും ഇറാന് മാത്രം ലഭിച്ചാൽ പോരാ, ഇറാനിൽ നിന്ന് തിരിച്ചും ലഭിക്കണം. ആണവായുധ നിർമ്മാണം ഉണ്ടാകില്ല എന്നും ആക്രമണം നടത്തില്ല എന്നും സമാധാനപരമായ സഹവർത്തിത്വം ഉറപ്പാക്കുമെന്നും ഇറാനും സമ്മതിക്കേണ്ടി വരും, ഉറപ്പ് നൽകേണ്ടിയും വരും. അത്തരത്തിലൊരു സമവായ നയതന്ത്ര ചർച്ചകളിലൂടെ മാത്രമേ ഇനി യുദ്ധം അവസാനിക്കാനുള്ള സാധ്യത കാണുന്നുള്ളൂ. ഇതിന് ഇനി മുൻകൈയെടുക്കേണ്ടത് ഇറാനുമായി സൗഹൃദവും സഹകരണവും തുടരുന്ന റഷ്യ, ചൈന, തുർക്കി പോലുള്ള രാജ്യങ്ങളാണ്. സ്വന്തം രാജ്യത്ത് നിന്ന് പോലും എതിർപ്പുകൾ പൊട്ടിമുളയ്ക്കപ്പെടുമ്പോൾ അധികനാൾ യുദ്ധമെന്ന ദുർവാശിയും മുറുകെ പിടിച്ച് മുന്നോട്ടു പോകാൻ ട്രംപിനും സാധിക്കില്ല.